Hello. Welcome to market discussion of the day. Today, June 12th, 2026. ഫ്രൈഡേ ആണ്, വീക്കെൻഡ് ആണ്. സോ വീക്കെൻഡ് മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച് ഫോറക്സ് ട്രേഡിംഗ് ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്ന 7 ദിവസം നീണ്ടു നിൽക്കുന്ന കോഴ്സ് തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സോ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും, എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ നമ്മൾ നമ്മുടെ ഫണ്ടമെൻ്റൽ സൈഡിലോട്ട് വരുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഗോൾഡ് ഭയങ്കരമായ ഒരു ഡൗൺ ട്രെൻഡിലോട്ട് ഇന്നലെ നമ്മൾ കണ്ടു. 4023 വരെയൊക്കെ മാർക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു ഇന്നലെ രാവിലെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ, അല്ലേ? വെളുപ്പാങ്കാലത്ത് നല്ല രീതിയിൽ മാർക്കറ്റ് താഴോട്ട് പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മാർക്കറ്റ് നല്ല രീതിയിൽ റീട്രേസ് ചെയ്യുകയും ചെയ്തു ഇന്നലെ രാത്രിയിൽ, സെയിം സമയം, അല്ലേ? സോ മെനഞ്ഞാന്ന് രാത്രി നമ്മൾ എന്താ പറയുക, ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് അവിടെ നിന്ന് ഒരു 2000 പിപ്പിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഇന്നലെ രാത്രിയിൽ വീണ്ടും 4245 ലെവലിലോട്ട് മാർക്കറ്റ് വീണ്ടും ഒരു റീട്രേസ്മെൻറ്റ് നടത്തി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അത്. ഓക്കെ, സോ അല്ലാതെ അതൊരു എന്താ പറയുക, ഒരു കൃത്യമായിട്ടുള്ള ഒരു ഡൗൺ ട്രെൻഡിലോട്ടൊന്നും മാർക്കറ്റ് പോയതല്ല. സോ എനിവേയ്സ്, എന്തായാലും മാർക്കറ്റ് അങ്ങനെ പോയിട്ടുണ്ട്. 4189 നിൽക്കുന്നു. അതിനുള്ള മെയിൻ റീസൺ നമുക്കറിയാം. മാർക്കറ്റ് താഴോട്ട് പോയതിൻ്റെ റീസൺ നമ്മൾ ഇന്നലെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചതാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ മാർക്കറ്റ് തിരിച്ച് കയറിയത് ഇന്നലെ നടന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ടിട്ടാണ്. ഓക്കെ, കുറച്ച് ജിയോ പൊളിറ്റിക്കൽ അപ്ഡേറ്റ്, വാഷിങ്ടണിൽ നിന്ന് ട്രംപ് ഒരു എന്താ പറയുക, സ്ട്രൈക്സ് കോൾ ഓഫ് ചെയ്തതിൻ്റെ ഫലമായിട്ടുണ്ടാക്കിയിട്ടുള്ളൊരു കാര്യമാണ്, അല്ലേ? എന്താണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് എന്താ വെച്ചാൽ, ഡൊണാൾഡ് ട്രംപ് അനൗൺസ് ദ എൻഡ് ഓഫ് റീസെൻറ്റ് റൗണ്ട് ഓഫ് മിലിറ്ററി സ്ട്രൈക്ക് അഗെയിൻസ്റ്റ് ഇറാൻ ആൻഡ് സിഗ്നൽഡ് ആൻ ഇമ്മീഡിയറ്റ് ഇൻറ്റർമിൻ പീസ് ഡീൽ എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. പീസ് ഡീലിലോട്ട് വരാൻ പോവുകയാണ്. സോ അതേ തുടർന്ന് ഓൾമോസ്റ്റ് മെനഞ്ഞാന്ന് മാർക്കറ്റ് 94 വരെ എത്തിയ മാർക്കറ്റ്, ക്രൂഡ് ഓയിൽ 94 വരെ എത്തിയത് ഇന്ന് വലിയൊരു നല്ല രീതിയിൽ താഴ്ന്ന് ഓൾമോസ്റ്റ് കഴിഞ്ഞൊരു മാസത്തിൻ്റെ ഇടയ്ക്കുള്ള ഏറ്റവും കഴിഞ്ഞൊരു 3-4 മാസത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നമ്മളൊരു വീക്ക്ലി റേഞ്ചിൽ എടുത്താൽ പോലും കുറേ ഏകദേശം ഒരു 2 മാസത്തിൻ്റെ ഇടയ്ക്കുള്ള ഏറ്റവും ലോവസ്റ്റ് പ്രൈസിലാണ് ഇപ്പോൾ നമ്മുടെ ക്രൂഡ് ഓയിൽ നിൽക്കുന്നത്. ഓക്കെ, ഗോൾഡ് മെനഞ്ഞാന്ന് പോയതും ഏറ്റവും കഴിഞ്ഞൊരു 4-5 മാസത്തെ ഏറ്റവും താഴത്തെ പ്രൈസിലായിരുന്നു ഗോൾഡും മെനഞ്ഞാന്ന് പോയിട്ടുണ്ടായത്, അല്ലേ? ഇതെല്ലാം നമുക്ക് കാണാൻ നേരത്ത് മനസ്സിലാവുന്നുണ്ട്, അല്ലേ? സോ ബേസിക്കലി ഇതാണ് മെയിനായിട്ടുള്ളൊരു റീസൺ. ട്രംപ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, അതാണ് ക്രൂഡ് ഓയിലിൻ്റെ റേറ്റ് കുറഞ്ഞു, ഗോൾഡ് മുകളിലോട്ട് പോയി, എക്കണോമിക്സ് വർക്ക് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, അതായത് ക്രൂഡ് ഓയിലും ഗോൾഡും തമ്മിൽ പ്രത്യേകിച്ച് ബന്ധമൊന്നും ഇല്ല എന്നുള്ളൊരു കാര്യം നമുക്കറിയാമല്ലോ, അല്ലേ? ഈ ഒരു സമയത്ത് ഇൻഫ്ലേഷൻ കൂടിയത് കൊണ്ടിട്ടാണ് ക്രൂഡ് ഓയിലിൻ്റെ വില മുകളിലോട്ട് പോകുന്നതിനനുസരിച്ച് ഗോൾഡിൻ്റെ വില താഴോട്ട് പോകുന്നത്. ഓക്കെ, സോ ബേസിക്കലി ഇങ്ങനത്തുള്ള കുറച്ച് പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. സോ ഇന്നലെ എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ലായിരുന്നു. നമുക്ക് ഇന്ന് എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ട് ന്യൂസുകൾ വല്ലതും ഉണ്ടോ എന്നുള്ളൊരു കാര്യം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് നോക്കുമ്പോൾ നമുക്ക് ഫോറക്സ് ഫാക്ടറി നമുക്ക് കിട്ടുകയാണെങ്കിൽ ഇന്ന് നമുക്ക് 11:30 മണിക്ക് GDP ഉണ്ട്, GBP നിന്ന്. ഓക്കെ, അതേപോലെ തന്നെ കുറേ ന്യൂസുകൾ GBPയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ വളരെ ശ്രദ്ധിച്ച് മാത്രം ട്രേഡ് ചെയ്യുക എന്ന് 11:30 ശേഷം. ഓക്കെ, കഴിവതും ട്രേഡ് എടുക്കാതിരിക്കുന്നതായിരിക്കും GBPയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം. അതേപോലെ തന്നെ നമ്മളുടെ GBPയിൽ കൺസ്യൂമർ ഇൻഫ്ലേഷൻ എക്സ്പെക്റ്റേഷൻസിൻ്റെ ന്യൂസ് വരുന്നുണ്ട്, അതേപോലെ CB ലീഡിങ് ഇൻഡെക്സ് വരുന്നുണ്ട്. അപ്പോൾ ഈ 3 ന്യൂസുകളാണ് മെയിനായിട്ടും ഉള്ളത്. ഓക്കെ, സോ ഇത് ഒന്ന് വൈകുന്നേരം 7 മണിയാകുമ്പം വീണ്ടും GBPയിൽ ഒരു ന്യൂസ് വരുന്നുണ്ട്. ഓക്കെ, സോ ബേസിക്കലി ഈ ഒരു ന്യൂസിൻ്റെ സമയത്തൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് പോകണം. പ്രത്യേകിച്ച് 11:30 മണിക്കുള്ള ന്യൂസാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കി കാണേണ്ടത്. ഓക്കെ, സോ നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് പോവാം. ടെക്നിക്കൽ സൈഡിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഗോൾഡിലോട്ട് തന്നെ പോവാം. 4185 നിൽക്കുന്നു. ഓക്കെ, സോ നമുക്ക് ട്രെൻഡ് ഡൗൺ തന്നെയാണ്. ഓക്കെ, സോ ട്രെൻഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കാതിരിക്കുക. അതിന് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ബേസിക്കലി ഇത് വീക്കിലി ക്യാൻഡിലായിരുന്നു, ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനെ നല്ലല്ലായിരുന്നു ക്യാൻഡിൽ ഇരുന്നത്. ഓക്കെ, സോ
ഓക്കെ. സോ നമ്മളുടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 4200 റേഞ്ച്, 4195 ടു 4200 ഇടയ്ക്ക് വെച്ച് നമുക്ക് ഗോൾഡ് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. അങ്ങനെ സെല്ല് ചെയ്യുന്ന ആൾക്കാർ 4225 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കുക. ടേക്ക് പ്രോഫിറ്റ് നമുക്ക് നിങ്ങളുടെ ഔചിത്യമാണ് 4140 റേഞ്ചിലോട്ടൊക്കെ നമുക്ക് TP വെച്ച് പോവുകയും ചെയ്യാം. ഓക്കെ, എങ്ങാനും 4140 4150 അവിടെ മാർക്കറ്റ് വരികയും അവിടെ സസ്റ്റെയിൻ ചെയ്യുകയും ചെയ്താൽ അവിടുന്ന് ബൈ എൻട്രി ചെയ്യുന്നതുകൊണ്ടും തെറ്റില്ലാത്ത കാര്യമാണ്. സ്റ്റോപ്പ് ലോസ് നമുക്ക് 4100 താഴെയായിട്ട് വെക്കേണ്ടി വരും. ടേക്ക് പ്രോഫിറ്റ് നിങ്ങളുടെ ഉചിതമാണ്. ഓക്കെ, നിങ്ങളുടെ ഔചിത്യമാണ്. ഓക്കെ, അങ്ങനെ വെച്ച് പോയാലും മതിയാവും. ഓക്കെ, സോ നേരെ നമ്മൾ GBP USDയിലോട്ട് വരാം. GBP USD നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, 1.3300 അവിടെ വന്നാൽ അവിടെ നിന്ന് ബൈ ചെയ്യാം. പക്ഷേ അവിടെ വരെ എത്തിയിട്ടില്ല. 1.3200 ഒക്കെ എത്തിയപ്പോഴത്തേക്ക് അവിടെ നിന്ന് തിരിച്ച് റീട്രേസ് ചെയ്ത് കയറിപ്പോയി. ഓക്കെ, സോ ഇപ്പോൾ ഉള്ള നമ്മുടെ GBP നിൽക്കുന്ന ഒരു ലെവല് ഒരു റെസിസ്റ്റൻസ് സോണാണ്. ഓക്കെ, ഇവിടുന്ന് വേണം എന്നുള്ള ആൾക്കാർക്ക് ഇവിടെ റെസിസ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ 11:30 മണിക്കും 1.3400 താഴെയൊക്കെ ആയിട്ട് നിൽക്കുകയാണ് എങ്കിൽ അവിടുന്ന് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് തെറ്റില്ലാത്ത കാര്യമാണ്. 1.3455 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കുക. ടേക്ക് പ്രോഫിറ്റ് നമുക്ക് നിങ്ങളുടെ ഔചിത്യമായിട്ട് നിങ്ങൾ വെച്ച് പോയാലും മതിയാവും. ഓക്കെ, എങ്ങാനും മാർക്കറ്റ് താഴെ വീണ് കിട്ടിയാൽ 1.3300 അവിടുന്ന് കണ്ണും പൂട്ടി എടുത്തോളുക, ധൈര്യമായിട്ട് എടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യുക. ഓക്കെ, USD JPY എനിക്ക് പ്രത്യേകിച്ച് കമൻസ് ഒന്നുമില്ല. ഈ ആഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്കൊരു തീരുമാനം എടുക്കുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, ഇന്നലെ നല്ല രീതിയിൽ താഴോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കൊരു ലോങ്ങർ ടേമിൽ ഇവിടെ ഓൾ ടൈം ഹൈ ആണ് 162. അപ്പോൾ ഇവിടുന്ന് ബൈ ചെയ്യാനായിട്ട് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, നമുക്ക് ലോങ്ങർ ടേമിലോട്ടൊക്കെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ ചെറിയ ചെറിയ ലോട്ട് വെച്ച് മേടിക്കാനായിട്ടൊരു സമയമാണ്. നല്ല രീതിയിൽ എന്താ പറയുക, നല്ല പൈസ ഉള്ള ആൾക്കാർ. ഓക്കെ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ളൊരു ഒരു 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 ട്രേഡ് നമുക്ക് എടുത്ത് പോവുകയും ചെയ്യാം USD JPYയിൽ. ഓക്കെ, സോ USD JPY 160.27 നിൽക്കുന്നു. നമുക്ക് ഈ ആഴ്ച കഴിഞ്ഞിട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇന്നലത്തെ ഹൈ ആയിട്ടുള്ള 160.50 അവിടെ നിന്നൊക്കെ ചെറിയ തോതിൽ സെല്ലെടുത്ത് തുടങ്ങുന്നത് കൊണ്ടിട്ട് തെറ്റില്ലാത്ത കാര്യമാണ്. ഓക്കെ, ഞാൻ ഇതിനെ കാണുന്നത് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് USD JPYയിൽ. കാരണം USD JPY 160.26 നിൽക്കുന്നു. 160.50 അവിടെ ഞാനൊരു 0.1 ലോട്ട് എടുക്കും. ഓക്കെ, 161 ഞാനൊരു 0.1 ലോട്ട് എടുക്കും. 161.5 ഞാനൊരു 0.1 ലോട്ട് എടുക്കും. 162 അവിടെ ഒരു 0.1 ലോട്ട് എടുക്കും. ഇതാണ് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. വിത്ത് എ ക്യാപിറ്റൽ ഓഫ് $10,000 ആണ് എങ്കിൽ മാത്രം നിങ്ങൾക്കും ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇതിൻ്റെ പകുതി എടുക്കാം, $5,000 ആണെങ്കിൽ. ഓക്കെ, $1,000 ആണെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 0.1 ലോട്ടിൽ കൂടുതൽ എടുക്കാതിരിക്കുക. ഓക്കെ, സോ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുക. അത് നമുക്ക് ലോങ്ങർ ടേമിലോട്ട് പ്ലാൻ ചെയ്ത് കുറച്ച് നാൾ ഹോൾഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് നല്ല രീതിയിലുള്ളൊരു എന്താ പറയുക പ്രോഫിറ്റ് എടുത്ത് മാറാനായിട്ട് സാധിക്കും. USD JPY വെറുതെ കിടന്ന് ട്രേഡ് എടുത്ത് ലോസ് വത്തി എന്തിനാ വെറുതെ, നമുക്കൊരു ലോങ്ങർ ടേമിലോട്ട് ഇടുന്നതല്ലേ നല്ലതല്ലേ. സോ ഇതാണ് എൻ്റെ പ്ലാനിങ് USD JPYയിൽ. നേരെ നമ്മൾ യൂറോ USDയിലോട്ട് വരാം. ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1.1500 അവിടെ നിന്ന് ബൈ ചെയ്യാൻ. ആ ബൈ ചെയ്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു സെൽ ഓപ്പർച്യൂണിറ്റി 1.1580 അവിടെ നിന്ന് കറക്റ്റായിട്ട് താഴോട്ട് വരുന്നുണ്ട് അല്ലേ. സോ USDയിൽ പ്രോപ്പറായിട്ട് വർക്കിംഗ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേപോലെ GBP USD നമ്മൾ പറഞ്ഞത് കറക്റ്റായിരുന്നു, പക്ഷേ അവിടെ കൃത്യമായിട്ട് എത്തിയില്ല എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് എന്താ പറയുക, നിങ്ങൾക്ക് കോഴ്സിന് ജോയിൻ ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിനോട്ട് ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മളുടെ ബ്രോക്കേഴ്സിനെ നോക്കുന്ന ആൾക്കാർ എല്ലാ ആൾക്കാരും എനിക്ക് മെസ്സേജ് അയക്കുക. ഞാൻ നല്ല രീതിയിൽ നല്ല ബ്രോക്കേഴ്സിനെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.